10 ലക്ഷത്തോളം റഷ്യൻ പട്ടാളവും 7 ലക്ഷത്തോളം യുക്രൈൻ പട്ടാളവും ആണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ദയനീയമായ നമ്മൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കിൻഡം ഗാർഡൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പിള്ളേരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ റോക്കറ്റ് ഇടുക, അവിടെയൊക്കെ വധിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. സത്യത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈനിലേക്കൊക്കെ റോക്കറ്റ് അല്ലെങ്കിൽ ഡ്രോണും മിസൈലൊക്കെ വിടുന്നത് 1-2 അല്ല, ഒരു 100, 150, 200 ഒക്കെയാണ് അവർ വിടുന്നത്. സത്യത്തിൽ യുക്രൈൻ ഒരു ദിവസം നിർവീര്യമാക്കാതിരുന്നാൽ റഷ്യക്ക് യുക്രൈനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ പറ്റും. ആളുകളാണെങ്കിൽ ശരിക്കും മടുത്തു തുടങ്ങി, ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പം വരുവാണെങ്കിൽ വരും, മരിക്കുവാണെങ്കിൽ മരിക്കും. അല്ലാതെ നമുക്ക് 24 hours ബങ്കറിലിരിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കില്ലേ? അപ്പൊ അവര് ഇപ്പൊ 2 കാലുമില്ല, 2 കൈയില്ല, അല്ലെങ്കിൽ തലയുടെ പകുതി ഭാഗങ്ങളില്ല. പക്ഷെ അവരുടെ ഹാർട്ടും മറ്റു ആന്തരിക അവയവങ്ങളെയൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു. ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ തിരിച്ചു വരാതെ. അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് രജിസ്റ്റർ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും എൻ്റെ ഭാര്യയോടോ എൻ്റെ അമ്മയോടോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ 5 പേരെ കൊന്നവനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ അവർ ആക്ട് ചെയ്യുന്നതാണ്. ഓരോ യുദ്ധവും അല്ലെങ്കിൽ നമ്മൾ വെടിവെക്കുന്നതൊക്കെ സത്യത്തിൽ അവർ ആക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ ഒരു ആക്ട് അല്ല, അത് റിയാലിറ്റിയിലാണ് വരുന്നത്. പ്രായം നോക്കാതെ കുഞ്ഞുങ്ങളെ, പ്രായമായ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുക, എന്നിട്ട് കൊല്ലുക, എന്നിട്ട് അവിടെ നിന്ന് കവർച്ച വസ്തുക്കളായിട്ട് പോവുക, ബോംബിടുക. തോക്കിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ JCB കൊണ്ട് കുഴി കുഴിച്ചിട്ട് നമ്മൾ മണലൊക്കെ ഇറക്കത്തില്ലേ, അതേപോലെയാണ് ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ഒരു കുഴിയിലിടുക. ഒരു കുഴിയിൽ 500 പേരൊക്കെയാണ് അവര് ബറിൽ ചെയ്യുക. അപ്പൊ ഈ JCB ചെയ്യുന്ന ആള് പറയാണ് ഇന്നത്തെ ജീവനുണ്ട്, അവരനങ്ങുന്നുണ്ട്. അപ്പോ അവരോട് പറയുന്ന കമാൻഡ്, ആ ഡയറക്ഷൻ വന്നത് ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കോൺവെന്റിന്റെ ഉള്ളിക്കടയും ഈ ഓൾഡ് ഏജ് ഹോമിന്റെ ഉള്ളിക്കടയായിരിക്കും ഈ റോക്കറ്റ് പോവുക. പക്ഷെ വന്നത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഓൾഡ് ഏജ് ഹോം, അവിടെ നമ്മുടെ കോൺവെന്റ്, അപ്പൊ രണ്ടിന്റെ ഇടയിൽ കൂടെയാണ് ഈ റോക്കറ്റ് പോയത്. അതുകൊണ്ട് നമുക്ക് ഒന്നും സംഭവിച്ചില്ല. ഒത്തിരി പേര് മിലിറ്ററിക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഒരു കൊന്ത തരൂ, ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ ബൈബിള്. അവരുടെ ബാഗിൽ മിക്കവാറും ഒരു 80% കയ്യിലെങ്കിലും ഒരു കൊന്തയോ അല്ലെങ്കിൽ ഒരു ബൈബിളോ ഉണ്ട്. 6 മാസമായിട്ട് അവർ കോമയിലാണ്. 6 മാസമായിട്ട് അവർ കോമയിൽ കിടക്കുകയാണ്. അപ്പം അതിൻ്റെ മകള് ഒരു 3 വയസ്സ് പ്രായമുള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴേക്ക് ഈ മകള് പപ്പയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. അപ്പൊ കുറേ നാളായി ഇനി ഉറങ്ങാൻ തുടങ്ങിയിട്ട്, ഇനി ഒന്ന് കണ്ണ് തുറക്ക്, എനിക്കിപ്പോ 3 വയസ്സായി. യുദ്ധത്തിന് മുമ്പ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വരുന്നുണ്ട്. ലോകത്തിന്റെ നെഞ്ചിൽ ഒരു മുറിവായി മാറിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. 2022 ഫെബ്രുവരി മാസം ആരംഭിച്ച അതിരൂക്ഷമായിട്ടുള്ള ആ ഒരു യുദ്ധം 1100 ദിനങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇരു കൂട്ടർക്കും, അത് റഷ്യക്കായിക്കോട്ടെ യുക്രൈൻ ആയിക്കോട്ടെ, ലക്ഷക്കണക്കിന് പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നിരവധി കുട്ടികൾ അനാഥരായിരിക്കുന്നു. നിരവധി ഭവനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു കാരണം? ആ യുദ്ധമുഖത്തിന്റെ, യുദ്ധഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ എന്തൊക്കെയാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുക്രൈനിൽ കഴിഞ്ഞ 25 വർഷത്തിലേറെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിജി പയ്യപ്പള്ളി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആ യുദ്ധമുഖത്തിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തി കൂടിയാണ് സിസ്റ്റർ ലിജി പയ്യപ്പള്ളി. ആ യുദ്ധമുഖത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, യുക്രൈൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കഷ്ടതകൾ, പ്രതിസന്ധികൾ, സിസ്റ്റർ നേരിട്ട് കണ്ട കാഴ്ചകൾ, അത് ഇന്ന് ഷെക്കീന ന്യൂസുമായി സിസ്റ്റർ പങ്കുവയ്ക്കുകയാണ്. സിസ്റ്റർ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സിസ്റ്റർ 25 വർഷത്തിലധികമായിട്ട് യുക്രൈനിൽ ശുശ്രൂഷ ചെയ്യുന്നു, സേവനം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിച്ചിട്ട് 1100 ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്നിട്ടും ഒരു ശാശ്വതമായിട്ടുള്ളൊരു സമാധാനം കൊണ്ടുവരാൻ ലോകരാഷ്ട്രങ്ങൾക്കോ അമേരിക്കയ്ക്കോ നമ്മളിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന ഈ ഒരു ഘട്ടം വരെ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ഒരു യുദ്ധമുഖത്തിന്റെ ആ ഒരു ഭീകരാവസ്ഥ എത്രത്തോളം ദാരുണമാണ്? സിസ്റ്റർ നേരിട്ട് കണ്ടറിഞ്ഞ ആ ഒരു കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒത്തിരി നന്ദി എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഒരു അവസരം തന്നതിലും. ഇത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടതൊരു ആവശ്യമാണ്. കാരണം 2022 ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങിയത്. അന്ന്
നമ്മുടെ ഇന്ത്യയിലുള്ള കൊറിയൻ സ്റ്റുഡൻസ് ഒക്കെ യുക്രൈനിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ യുക്രൈൻ റഷ്യ യുദ്ധം വളരെ വേദനാജനകമായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ തിരിച്ചു പോന്നതിന് ശേഷം ഏകദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവിടെ തീർന്നു എന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണുക. പക്ഷെ അന്ന് തുടങ്ങിയ യുദ്ധം ഇതുവരെയും അതിനൊരു ശാശ്വതമായൊരു പരിഹാരമോ അതിനൊരു അവസാനമോ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ മീഡിയകളിലൊക്കെ കാണുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് റോക്കറ്റ് വീഴുന്നു, അല്ലെങ്കിൽ തീ പിടിക്കുന്നു, കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നു, അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനേക്കാളും വളരെ ദയനീയമായിട്ടുള്ളത് അവിടുത്തെ മനുഷ്യരുടെ ജീവിതമാണ്. ഞാൻ 25 വർഷമായിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളുകൾ എൻ്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ തീർച്ചയായിട്ടും യുക്രൈനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വികാരഭരിതയായിരിക്കാം. കാരണം 25 വർഷം അവിടെ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ പകുതി അവിടെ തന്നെയാണ് ഞാനിപ്പോൾ കൂടുതലും ജീവിച്ചിരിക്കുന്നത് അവിടെ. ഈ തുടക്കത്തിലൊക്കെ യുദ്ധം ആളുകൾ ഒത്തിരി പലായനം ചെയ്യുമായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത് 4.3 മില്യൺ യുക്രൈനിയൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 2.3 ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പകുതിയോടത്തോളായി. അതിനകത്ത് കുറേ പേര് പലായനം ചെയ്തിട്ടുണ്ട്. പലായനം ചെയ്തവര് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. കുറേ പേര് തിരിച്ചു വന്നിട്ടുമുണ്ട്. കാരണം ഈ പലായനം ചെയ്തവരെയും എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ തന്നെ യുദ്ധം 2-3 ആഴ്ച കൊണ്ടതുകൊണ്ട് തീരും, അല്ലെങ്കിൽ റഷ്യ യുക്രൈനെ പിടിച്ചെടുക്കും. പക്ഷെ ഇത് 3 വർഷം കഴിഞ്ഞിട്ടും ഈ പലായനം ചെയ്തവര് തുടക്കത്തില് എല്ലാ രാജ്യക്കാരും അത്രയും സപ്പോർട്ടും ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു രാജ്യത്തിനും നമ്മുടെ അടുത്ത അതിഥികളായിട്ട് വരുന്നവരെ 1-2 ആഴ്ചയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 2-3 വർഷം ആകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ പേരൊക്കെ തിരിച്ചു പോകും. അപ്പൊ നമുക്ക് എത്ര പേര് യുക്രൈനിൽ മരിച്ചു, എത്ര പേര് റഷ്യയിൽ മരിച്ചു എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും വിടുന്ന കണക്കുകൾ അനുസരിച്ച് 10 ലക്ഷത്തോളം റഷ്യൻ പട്ടാളവും 7 ലക്ഷത്തോളം യുക്രൈൻ പട്ടാളവും ആണ് മരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പം റഷ്യയിൽ കൂടുതൽ മിലിറ്ററിക്കാരാണ് മരിക്കുന്നത്. യുക്രൈനില് സാധാരണ ആൾക്കാർ, ഇപ്പൊ കുട്ടികള്, സ്ത്രീകള്, ഇതൊക്കെ വളരെ ദയനീയമാണ്. കാരണം അവര് നിഷ്കളങ്കരാണ്. ഇപ്പൊ യുദ്ധം ചെയ്യേണ്ടത് പട്ടാളം തമ്മിലാണ് യുദ്ധം ചെയ്തത്. അവർക്ക് അതിന്റെ ട്രെയിനിങ് ഉണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. വളരെ ദയനീയമായിട്ടുള്ളത് ചില ഹോസ്പിറ്റലുകൾ, ഇപ്പം മറ്റേണിറ്റി ഹോസ്പിറ്റലുകൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നിട്ട് അവർ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നവജാത ശിശുക്കള്, ഈ പ്രഗ്നൻ്റ് ലേഡീസ്, അവരുടെ ഹോസ്പിറ്റലിലേക്ക് റോക്കറ്റ് വീണത് എല്ലാവരും മരിച്ചുപോയി. അതൊക്കെ ആ കുഞ്ഞ് ഈ ലോകം കണ്ടിട്ട് പോലുമില്ല. അതിനു മുമ്പേ ആ കുഞ്ഞിന്റെ തെറ്റ് ചെയ്തു. ഒരു കുഞ്ഞല്ല, അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മിക്കവാറും പേരൊക്കെ മരിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ദയനീയമായ നമ്മൾ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു യുദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ നിയമങ്ങളുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തില് സിവിൽ ആളുകളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തേക്ക്, സ്ത്രീകളുടെ അടുത്തേക്ക് അവരെയൊന്നും വധിക്കാൻ പാടില്ലെന്നൊക്കെയാണ് നിയമങ്ങൾ. പക്ഷെ കിൻഡർ ഗാർഡൻസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പിള്ളേരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ റോക്കറ്റ് ഇടുക, അവിടെയൊക്കെ വധിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഈ സിവിലിയൻ ഏരിയയിലേക്ക് ആക്രമണം ഉണ്ടാവുക ഏതെങ്കിലും തരത്തിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ ഇങ്ങനെ ആക്രമണങ്ങൾ സംഭവിക്കുന്നത്? സത്യത്തിൽ ഇപ്പൊ റഷ്യ യുക്രൈനിലേക്കൊക്കെ റോക്കറ്റ് അല്ലെങ്കിൽ ഡ്രോണും മിസൈലൊക്കെ വിടുന്നത് 1-2 അല്ല, ഒരു 100, 150, 200 ഒക്കെയാണ് അവർ വിടുന്നത്. അവർ വിടുന്നത് മൊത്തം യുക്രൈനിലേക്കാണ്. അപ്പോൾ കുറേയൊക്കെ യുക്രൈൻ അതിനെ നിർവീര്യമാക്കുന്നു. സത്യത്തിൽ യുക്രൈൻ ഒരു ദിവസം നിർവീര്യമാക്കാതിരുന്നാല് റഷ്യക്ക് യുക്രൈനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ പറ്റും. ഒരു ദിവസം മതി. പക്ഷെ യുക്രൈൻ അതിനെ നിർവീര്യമാക്കുന്നത് കൊണ്ട് യുക്രൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു. എനിക്കറിയാം, ഒരു പ്രാവശ്യം വിട്ടതും ഒരു 180 റോക്കറ്റ് വിട്ടിട്ട് 150ഓളം യുക്രൈനെ നിർവീര്യമാക്കാൻ പറ്റി. 30 നിർവീര്യമാക്കാൻ പറ്റാതെ വന്നത്. അതുപോലെ ഒരിക്കലും അവരൊരു 100 കുറഞ്ഞൊന്നും വിടുന്നില്ല. എപ്പോഴും 100 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുക്രൈന് വളരെ അലർട്ടാണ്. ഈ 100 എന്ന് പറയുന്നത് യുക്രൈന്റെ എല്ലാ, ഇപ്പൊ നമുക്ക് മാപ്പ് കാണുമ്പോൾ കാണാൻ പറ്റും, എല്ലാ സ്ഥലങ്ങളിലേക്കാണ് വിടുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഈ റോക്കറ്റ് റഷ്യയിൽ നിന്ന് പോരുമ്പോഴേക്കും നമുക്ക് അലേർട്ട് കിട്ടും. എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൊങ്ങുന്നതിന് മുമ്പേ നമുക്ക് അലേർട്ട് കിട്ടും, ഇന്ന സ്ഥലത്തേക്കാണ് വരുന്നത്, അപ്പോൾ എല്ലാവരും ബങ്കറിലേക്ക് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അലേർട്ട് കിട്ടും. അങ്ങനെ കുറേ പേരൊക്കെ ബങ്കറിൽ പോയിരുന്നു. ഇപ്പൊ 2022 ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ എല്ലാവരും ബങ്കറിൽ പോകും. എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടും. റോഡുകളിലൊന്നും ഒരു വണ്ടികളും കാണത്തില്ല, കടകളൊക്കെ ഇപ്പോൾ ഷട്ടർ ഇടും. പക്ഷെ 2024 ആയപ്പോഴേക്കും അതൊക്കെ ഇങ്ങോട്ട് നിന്നു. കാരണം ആളുകളാണെങ്കിൽ ശരിക്കും മടുത്തു തുടങ്ങി. ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പം വരുവാണെങ്കിൽ വരും, മരിക്കുവാണെങ്കിൽ മരിക്കും. അല്ലാതെ നമുക്ക് 24 hours ബങ്കറിൽ ഇരിക്കാന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോർമൽ പോലെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അല്ലെങ്കിൽ എല്ലാം പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ 2022 ആണെങ്കിൽ അലേർട്ട് വരുമ്പോഴേക്കും ഞാൻ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അലേർട്ട് ആണെങ്കിൽ അലേർട്ട് ഓക്കെ അലേർട്ടാണ്, പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 7 ലക്ഷത്തോളം മരിച്ചു. അത് പിന്നെ ഒരു പാസ്റ്റായി. പക്ഷെ പ്രസന്റിലുള്ള കുറെ പേരുണ്ട് പരിക്കേറ്റവർ, ഇഞ്ചേർഡ് ആയിട്ടുള്ളവരാ. ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എത്ര തന്നെയാന്ന് അറിയത്തില്ല. ഈ മരിച്ചവരെക്കാളും കൂടുതലാണ് ഇഞ്ചേർഡ് ആയിരിക്കുന്നത്. നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ, ഒന്നല്ല പല ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവരുടെ ജീവിതമാണ് എനിക്ക് വളരെ ദയനീയമായിട്ട് പോകുന്നത്. ഇഞ്ചേർഡ് ആയിട്ടുള്ളവർ, ഫിസിക്കൽ ഇഞ്ചേർഡ് ആയിട്ടുള്ളവർ. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ 3500. അതും നമ്മൾ അവരുടെ വയസ്സുകളൊക്കെ നോക്കുമ്പോൾ ഒരു 25-നും 45-നും ഇടയ്ക്കുള്ളവർ യൂത്ത്. അപ്പൊ അവര് ഇപ്പൊ 2 കാലുമില്ല, 2 കൈയില്ല, അല്ലെങ്കിൽ തലയുടെ പകുതി ഭാഗങ്ങളില്ല. പക്ഷെ അവരുടെ ഹാർട്ടും മറ്റു ആന്തരിക അവയവങ്ങളെയൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെയൊക്കെ ഫ്യൂച്ചർ ഉണ്ട്, അവർക്കൊന്നും ഫ്യൂച്ചർ ഇല്ല. ഒത്തിരി റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് നമുക്ക് അവിടെയൊക്കെ ഇനിയും ചെയ്യേണ്ടി വരും, ഈ ഫിസിക്കൽ. കാരണം അവരെയൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അവരുടെ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പേരൻസിന് അവരുടെ മക്കൾ എപ്പോഴും പ്രിയപ്പെട്ടവരാണ്. പിന്നെ മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാര്യമാര് നോക്കുമായിരിക്കും. പക്ഷെ മാരീഡ് അല്ലാത്തവര്, അവരുടെ പേരൻസ് ഒക്കെ പ്രായമായിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഫ്യൂച്ചർ ഉണ്ടോ? ഒരുപക്ഷെ നമുക്ക് പറയുമായിരിക്കും അവർക്ക് കൃത്രിമ അവയവങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നാലും ഒരു നോർമൽ ലൈഫിലേക്ക് അവർക്ക് വരാൻ പറ്റില്ല. ഇത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർ ഫിസിക്കലി. അതിനേക്കാളും ദയനീയമാണ് മെന്റലി സൈക്കോളജിക്കലി അഫക്റ്റഡ് ആയിട്ടുള്ളവർ. കാരണം ഇതൊക്കെ ചിലവരൊക്കെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട്, തീർച്ചയായിട്ടും യുദ്ധത്തിലായിരിക്കുമ്പോഴോ നമ്മൾ കരുണ കാണിക്കാനോ അതൊന്നും അല്ലല്ലോ അവിടെ പോകുന്നത്. അവർ വളരെ അഗ്രസീവ് ആയിരിക്കും. പിന്നെ അവരൊത്തിരി മദ്യം ഇത് ചെയ്യുന്നവരായിരിക്കും. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ മക്കൾക്കാണെങ്കിലും അവരുടെ ഭാര്യമാർക്കാണെങ്കിലും ഭയങ്കര പേടിയാണ്. കാരണം ഇവര് യുദ്ധ സ്ഥലത്ത് ജീവിക്കുന്നവരാണ്, ശത്രുക്കളെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ സഡൻ ആയിരിക്കും. വീട്ടിലിരിക്കുന്ന ഭാര്യമാര് ഭർത്താവ് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ആ വരുന്ന മനുഷ്യൻ വളരെ മാനസികമായിട്ടും മെന്റലി ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവര്, നെർവസ് സിസ്റ്റം താറുമാറായിരിക്കുന്നവര്, അവരുടെയൊക്കെ ഫ്യൂച്ചർ അറിയില്ല. ഇപ്പൊ സത്യത്തില് ഒരു ഭാര്യയ്ക്കും പറയാൻ പാടില്ല, എന്നാൽ പോലും ഞാൻ നേരിട്ട് കേട്ടിരിക്കുന്നതാണ്. ചില ഭാര്യമാര് ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാര് തിരിച്ചു വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന, അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കുട്ടികള് അവർക്കാണെങ്കിൽ പേടിയാണ്. പിന്നെ ഇവര് ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും ഇവർക്ക് അത്ര ആലോചിച്ചിട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടല്ലോ, തോക്കൊക്കെ എപ്പോഴും അവരുടെ കയ്യിലുണ്ട്. നമുക്ക് ശരിക്കും പേടിയാണ് എപ്പോഴാണ് അവരെടുത്തിട്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവര് ഡേ ആൻഡ് നൈറ്റ് ആ ഫീൽഡിലാണ്. അപ്പം അവിടെ അവർ കരുണ കാണിക്കുന്നില്ല. പിന്നെ കുറേ പേരുണ്ട് ഒരിക്കലും ആരെയും കൊല്ലാനായിട്ട് ആഗ്രഹിക്കാത്തവര്. അപ്പൊ എനിക്ക് ഒരു സിസ്റ്റർ അറിയാം, ഒരു മിലിറ്ററിയും എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഒരു സിസ്റ്റർ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും എൻ്റെ ഭാര്യയോടോ എൻ്റെ അമ്മയോടോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ 5 പേരെ കൊന്നവനാണ്.
ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു റഷ്യൻ പട്ടാളം അയാളുടെ മുമ്പിലൂടെ ഓടുമായിരുന്നു. അപ്പൊ ഇവർക്ക് കിട്ടുന്ന കമാൻഡാണ് അവരെ പിന്തുടരുക, അവരെ വെടിവെക്കുക, ഷൂട്ട് ചെയ്യുക. കാരണം യുക്രൈൻ്റെ അതിർത്തിയിലേക്ക് കയറി വന്നിരിക്കുന്നവരാണല്ലോ. അവരിങ്ങനെ അയാൾ ഓടി, അയാളുടെ പിറകെ ഇയാൾ ഓടി. അയാള് ആ റഷ്യൻ മിലിറ്ററി ഒരു വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. അപ്പൊ ഇയാൾ പുറകെ ചെന്നിട്ട് വാതിൽ തള്ളി തുറന്നിട്ട് അവിടെ എല്ലാവരും ഷൂട്ട് ചെയ്തു. അപ്പൊ അയാള് ആ റൂമിലേക്ക് കടന്നിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ ഒരു 5 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങള്, പ്രായമായവര്, അവരെ ഇങ്ങനെ റൂമിൽ പേടിച്ചിട്ട് ഇരിക്കുന്നതായിരുന്നു. പക്ഷെ ഉക്രൈൻകാരായിരുന്നിരിക്കാം, ആയിരിക്കാം പേടിച്ചിരിക്കുന്നത്. പക്ഷെ ഇയാൾ അതിനുശേഷം ഇയാൾ എൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഞാൻ അവരുടെ മുഖമാണ് എൻ്റെ മുന്നിലേക്ക് വരിക. അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹിക്കാതെയും പ്രതീക്ഷിക്കാതെയൊക്കെ പലരെയും കൊല്ലേണ്ടി വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ അവർ ആക്ട് ചെയ്യുന്നതാണ്. ഓരോ യുദ്ധവും അല്ലെങ്കിൽ നമ്മൾ വെടിവെക്കുന്നതൊക്കെ സത്യത്തിൽ അവർ ആക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ ഒരു ആക്ട് അല്ല, അത് റിയാലിറ്റിയിലാണ് വരുന്നത്. ഇപ്പൊ ആക്ട് ചെയ്യുന്നവര് അത് ആക്ട് ചെയ്തോ അവര് പോന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ജീവിതകാലം മുഴുവനും ആ ഒരു വേദനയിലും, ആരെയും കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ബുച്ച അല്ലെങ്കിൽ ഇർപ്പിൻ എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഒരു വില്ലേജ് മൊത്തമാണ് അവർ അറ്റാക്ക് ചെയ്തത്. റഷ്യൻ പട്ടാളം ഒരു വില്ലേജ് കയറിയിട്ട് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ വെടിവെക്കുക മാത്രമല്ല, വീടുകളിൽ കയറിയിട്ട് പ്രായം നോക്കാതെ കുഞ്ഞുങ്ങളെ, പ്രായമായ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുക, എന്നിട്ട് കൊല്ലുക, എന്നിട്ട് അവിടെ നിന്ന് കവർച്ച വസ്തുക്കളായിട്ട് പോവുക, ബോംബിടുക. ജസ്റ്റ് ഷൂട്ട് ചെയ്യല്ല, മാക്സിമം പീഡിപ്പിച്ചിട്ട് മാക്സിമം ക്രൂരമായിട്ട് തന്നെ അവരെ കൊല്ലുക. അത് ഇപ്പൊ യുക്രൈൻകാരെ കുറേയും കൂടിയും ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്രൂരതയോടെ കൊല്ലുന്നത്. അപ്പം അവിടെ എനിക്കറിയാം, സ്ത്രീകള് ഇപ്പൊ മരിക്കാതിരിക്കുന്നവര്, ഇപ്പൊ അത് ഈ റേപ്പിനൊക്കെ ഇരയായിട്ട് മരിക്കാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയാം, ഇനി അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല, ഇനി ഒരിക്കൽ കൂടി അത് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്കും ക്രൂരമായിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ, ഒരു 8 വയസ്സുള്ള ആൺകുട്ടീനെയൊക്കെ, പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെ പോലും അത്രയും മൃഗീയമായിട്ട് രീതിയിലാണ് അവർ റേപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ റഷ്യൻ പട്ടാളം ഇപ്പോൾ യുക്രൈൻ തിരിച്ചും അവർ ആക്രമിക്കുന്നുണ്ടല്ലോ. റഷ്യൻ പട്ടാളമൊക്കെ മരിച്ചു വീഴുവാണെങ്കിൽ ഡെഡ് ബോഡി റഷ്യ എടുക്കത്തില്ല. ഇപ്പൊ യുക്രൈൻകാരാണെങ്കിലും മുറിവേറ്റവരെയാണെങ്കിലും അവർ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യും. പക്ഷെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മുറിവേറ്റവരോ ഒന്നും അവർക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവർ യുക്രൈനിൽ കിടക്കുവാണ്, ഉപേക്ഷിച്ചിട്ടിട്ട് പോവുകയാണ്. വീണ്ടും കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റഷ്യക്ക് അവരാവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ റഷ്യൻ പട്ടാളം തന്നെ അവരെയൊക്കെ കൂട്ടിയിട്ടിട്ട് ഇപ്പം എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അവർക്കും യുക്രൈൻകാരെ അവർ തോക്കിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ JCB കൊണ്ട് കുഴി കുഴിച്ചിട്ട് നമ്മൾ മണലൊക്കെ ഇറക്കത്തില്ലേ, അതേപോലെയാണ് ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ഒരു കുഴിയിലിടുക. ഒരു കുഴിയിൽ 500 പേരൊക്കെയാണ് അവര് ബറിൽ ചെയ്യുക. അപ്പൊ ഈ JCB ചെയ്യുന്ന ആള് പറയാണ്, അതിനകത്ത് ജീവനുണ്ട്, അവർ അനങ്ങുന്നുണ്ട്. അപ്പോ അവരോട് പറയുന്ന കമാൻഡ്, ഓർഡർ, മണ്ണിടുക. അപ്പം അതൊക്കെ റഷ്യക്കാരോട് പോലും ഒരു ദയ കാണിക്കുന്നില്ല. ഈ ഡെഡ് ബോഡികൾ യുക്രൈൻ തന്നെ ബറിയിൽ ചെയ്യാണ്. കാരണം അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കൊണ്ടാതിരിക്കുമ്പോൾ അവിടെ ചീഞ്ഞ് വീണ്ടും പല രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറെ ഡെഡ് ബോഡികൾ യുക്രൈൻ തന്നെ മറവ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഒരു കുഴിയിൽ 500 ഇട്ടിട്ടാണ് ഇങ്ങനെ ബറിയൽ ചെയ്യുന്നത്. ഒരുപക്ഷെ അവരുടെ പേരൻസ് ഇപ്പൊ പോലും അറിഞ്ഞു കാണത്തില്ല, അവർ മരിച്ചിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു കാണത്തില്ല. ഇപ്പം അവർ പട്ടാളത്തിലാണ്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ടൗണുകൾ, ഇപ്പം സാന്റ് പീറ്റർബർഗ്, മോസ്കോ, അതൊക്കെ വലിയ വലിയ ടൗൺസ്. അല്ലാതെ ചെറിയ ഗ്രാമങ്ങളുണ്ടല്ലോ, ഗ്രാമങ്ങളൊക്കെ ഒട്ടും ഡെവലപ്ഡ് ആവാത്തതാണ്. അവിടേക്ക് ഇന്റർനെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ ന്യൂസ് കാണുന്നുണ്ടോ ഇല്ലെന്നാണ് യുക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത്. റഷ്യയുടെ പല ഭാഗത്തുള്ളവർക്കും ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം നടക്കണ്ടെന്ന് പോലും അറിയത്തില്ല. ഇപ്പം അവര് പറയുന്ന പ്രാക്ടീസിന് പോയിരിക്കുകയാണ് മക്കളൊക്കെ. ഈ യുദ്ധത്തിന്റെ ആരംഭത്തിലും പുടിൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഒരു യുദ്ധം നടക്കുവാണ്. തുടക്കത്തിലൊന്നും ഒരു യുദ്ധമായിരുന്നില്ല. അങ്ങനെയാണ് റഷ്യ പറയുന്നത്. യുക്രൈൻ എപ്പോഴും പറയുന്നത് യുദ്ധം നടക്കുവാണ്. അങ്ങനെ ഒത്തിരി മരിക്കാത്തവരെയും ബറിയൽ ചെയ്തിട്ടുണ്ട്.
ഇതും എന്നോട് പറഞ്ഞിരിക്കുന്ന ഉക്രൈൻകാരാ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജീവനോടെ ഉള്ളവരെ. പക്ഷെ നമ്മളെ തോക്കിന് മുമ്പിൽ വെച്ചിട്ട് മണ്ണിട്ട് മൂടാന്ന് പറഞ്ഞാൽ നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പൊ മണ്ണിടുമ്പോഴും ആ പട്ടാളക്കാരുടെ അവർ നോക്കുന്നത് ദയനീയമായിട്ട് ഇതൊക്കെ പലരുടെ ഉറക്കം കളയുവാണ്. ഉറക്കം കളയുക മാത്രമല്ല, അവരത് മെന്റലി ആവുകയാണ്. ഒത്തിരി പേര് മെന്റൽ പേഷ്യൻസ് ഉണ്ട്, ഒത്തിരി മെന്റൽ പേഷ്യൻസ്, ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ് സിസ്റ്റർ? കാരണം കുട്ടികൾ ഇത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. ഏകദേശം 3 വർഷത്തോളമായിട്ട് എനിക്ക് തോന്നുന്നു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുന്നു, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തറക്കപ്പെടുന്നു, കിൻഡർ ഗാർഡൻസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു മെന്റൽ ഒരു സിറ്റുവേഷൻ, അത് എനിക്ക് തോന്നുന്നു ഒരു 1-2 ജനറേഷൻ വരെയും ഈ യുദ്ധത്തിന്റെ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ എനിക്കറിയാം, എൻ്റെ അടുത്ത് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ നമുക്ക് 2022, 2023, 2024 ഈ താപനിലയങ്ങളൊക്കെ ഇവര് വൈദ്യുത താപനിലയങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കറണ്ട് കാണത്തില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് വിന്ററിന്റെ സമയത്ത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് പവർ കട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ജനിച്ചോളന്നുകൊണ്ട് എനിക്കറിയാം, ചെറുപ്പം തുടങ്ങിയേ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് ഉണ്ടെന്ന്. പക്ഷെ ഉക്രൈനിൽ ഞാൻ 25 വർഷമായിട്ടും ഈ 2022 വരെയും ഒരിക്കലും അങ്ങനെ ഒരു പവർ കട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ റിപ്പയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ റെയർ ആയിട്ടാണ് നമുക്ക് കറണ്ട് ലഭിക്കത്തുള്ളൂ. പക്ഷെ 2022 ശേഷം നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ഇലക്ട്രിസിറ്റി ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെയാണ് ഇവിടെ ഇൻവേർട്ടർ ഉണ്ട്, നമുക്ക് ജനറേറ്റർ ഉണ്ട്. അവിടെയൊന്നും അതിനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് 2022 ഫെബ്രുവരി എന്ന് വെച്ചാൽ നമുക്കവിടെ വിന്റർ ആണ്, തണുപ്പിന്റെ സമയമാണ്. ആ സമയത്തൊക്കെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്പിലേക്ക് ആണെങ്കിൽ ഒരു 4 മണി കഴിയുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പൊ കറണ്ട് ഇല്ല, 10-12 മണിക്കൂർ കറണ്ട് ഇല്ല എന്ന് വരുമ്പോൾ ഹീറ്റിംഗ് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പൊ കുഞ്ഞിലെ പിള്ളേർക്ക് അറിയാം. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു കൊച്ചുണ്ട്, കൊച്ചു കറണ്ട് പോകുമ്പോഴേക്ക് പറയും മസ്കലിയുടെ പണിയാണ്, മീൻസ് മോസ്കോയുടെ പണിയാണ്. അപ്പൊ ഈ മസ്കലി ദുഷ്ടന്മാരായതുകൊണ്ടാണ് നമുക്ക് കറണ്ട് ഇല്ലാത്തത്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തന്നെ പോലും ആ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ വെറുപ്പൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് യങ് ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ അലേർട്ടൊക്കെ അവർ കേൾക്കുന്നുണ്ടല്ലോ. കുട്ടികൾക്കും അറിയാം അലേർട്ട് വരുമ്പോൾ നമ്മൾ ബങ്കറിലേക്ക് പോയിരിക്കണമെന്ന്. ഈ അലേർട്ടും അവരൊക്കെ വളർന്നു വരുന്നത് ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലല്ല. ഇവരുടെയൊക്കെ ഫ്യൂച്ചർ നമുക്കറിയില്ല. പിന്നെ അവർക്കറിയാം റഷ്യ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ മേലെ ഒരു ആധികാരികം കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ അനുസരിക്കാനോ മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാനോ ഒക്കെ ആ ഉള്ളില് അവരുടെ ബ്ലഡിൽ നിന്ന് തന്നെ ഒരു റിയാക്ഷൻ വരും. അതുകൊണ്ട് അടുത്ത ജനറേഷൻ വരെയും ഇങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിസ്റ്റർ താമസിക്കുന്ന സ്ഥലം, ആ ഒരു മേഖലയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഈ ആക്രമണം നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇവരെ ആക്രമിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലുമാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർ എല്ലാവരും പറയാ ദൈവാനുഗ്രഹമുണ്ട്. പക്ഷെ മരിച്ചവരൊന്നും ദൈവാനുഗ്രഹം ഇല്ലാത്തവരാണ് മരിച്ചു പോയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉക്രൈനിൽ മരിക്കുന്നവരൊക്കെ, ഇപ്പൊ ഇന്ത്യയിലേക്കാണെങ്കിലും മരിക്കുന്നവരൊക്കെ രോഗികളാണ്, പിന്നെ കുറച്ച് ആക്സിഡന്റിൽ. പക്ഷെ ഉക്രൈനിൽ മരിക്കുന്നവരെല്ലാവരും ഹെൽത്തി ആയിട്ടുള്ളവരാണ് മരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് 2-3 പ്രാവശ്യം റോക്കറ്റ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്, നമുക്ക് കോൺവെന്റ് ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ വന്നത് ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കോൺവെന്റിന്റെ ഉള്ളിക്കടയും ഈ ഓൾഡ് ഏജ് ഹോമിന്റെ ഉള്ളിക്കടയായിരിക്കും ഈ റോക്കറ്റ് പോകുക. പക്ഷെ വന്നത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഓൾഡ് ഏജ് ഹോം, അവിടെ നമ്മുടെ കോൺവെന്റ്, അപ്പൊ രണ്ടിന്റെ ഇടയിൽ കൂടിയാണ് ഈ റോക്കറ്റ് പോയത്. അതുകൊണ്ട് നമുക്ക് ഒന്നും സംഭവിച്ചില്ല. ഒരു പ്രാവശ്യം റോക്കറ്റ് വന്നപ്പോൾ നമ്മുടെ കോൺവെന്റിന്റെ ഉള്ളിൽ വെച്ചാണ്, മീൻസ് ആ കോമ്പൗണ്ടിൽ വെച്ചാണ് ഇതിൽ യുക്രൈൻ പട്ടാളനെ നിർവീര്യമാക്കിയത്. അപ്പൊ അതുകൊണ്ട് 1-2 അതിന്റെ പാർട്സ് മാത്രമാണ് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വീണുള്ളൂ. ബാക്കി വലിയ പാർട്സ് വീണത് മതിലിന് അപ്പുറത്തേക്കാണ്. വേറൊരു പ്രാവശ്യം റോക്കറ്റ് വീണിട്ട് അതും ദൈവാനുഗ്രഹം, വീണിട്ട് അത് പൊട്ടിയില്ല. ഇങ്ങനെ വന്നിട്ട് ഒരു കെട്ടിടത്തിൽ ഇടിക്കാതെ മണ്ണിൽ വന്ന് കുത്തി. അപ്പോ അത് പൊട്ടിയില്ല. പൊട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു റോക്കറ്റ് ഒക്കെ വീഴുമ്പോൾ ഒരു 10-30 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഇതുണ്ടാകുന്നത്. ഇപ്പൊ ഞങ്ങളുടെ വോൾട്ടേജ് ഹോമൊക്കെ എന്ന് വെച്ചാൽ അത് മരം കൊണ്ടുള്ളതാണ്. അപ്പൊ ഇത് പൊട്ടിയിരുന്നെങ്കിൽ അതിൽ നിന്ന്
ഒരു തീപ്പൊരി ഞങ്ങളുടെ അടുത്തേക്ക് വീണിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും തീരുമായിരുന്നു. അപ്പൊ ഞങ്ങളൊന്നും സുരക്ഷിതമെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഇത് സംഭവിക്കണേന്നും അറിയത്തില്ല. ഈ പലപ്പോഴും സിസ്റ്റർ നമുക്ക് ഈ യുക്രൈനെ വിശേഷിപ്പിക്കുന്നത് ഈ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് യൂറോപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കുക. കാരണം ധാരാളം ഗോതമ്പ് പാടങ്ങളാലൊക്കെ സമ്പൽ സമൃദ്ധമാണ് യുക്രൈൻ. അപ്പോൾ ഈ ഒരു യുദ്ധം യുക്രൈനെ ഒരു 100 വർഷം പിന്നോട്ടടിച്ചു എന്ന് പല നിരീക്ഷകരും പറയുന്നുണ്ട്. യുക്രൈൻ്റെ ഒരു ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുക്രൈൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അത് കാർഷിക മേഖലയായിക്കോട്ടെ, സാമ്പത്തിക മേഖലയായിക്കോട്ടെ, സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു ഊർജ്ജവുമായി ബന്ധപ്പെട്ട മേഖലകളായിക്കോട്ടെ, ആ മേഖലകൾക്ക് ഈ ഒരു യുദ്ധം എത്രത്തോളം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്? അതിനെ റിക്കവർ ചെയ്യാൻ ഇനി എത്ര നാളെടുക്കും യുക്രൈൻ? എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം യുക്രൈനെ മാത്രമല്ല അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, മൊത്തം ലോകത്തെ അഫക്റ്റ് ചെയ്തോട്ടുണ്ട്. സത്യത്തിലെ യുദ്ധം വന്നപ്പോഴാണ് യുക്രൈൻ ഈ ലോകത്തിന്റെ ഇതിൽ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് യൂറോപ്പിന്. യൂറോപ്പിലേക്ക് ഓയില്, മീൻസ് സൂര്യകാന്തിയുടെ ഓയില്, ഗോതമ്പ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് യുക്രൈനാണ്. അപ്പം യുക്രൈൻ യുദ്ധം തുടങ്ങി ഉടനെ എല്ലായിടത്തും എല്ലാത്തിനും വിലക്കയറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യുക്രൈൻ ഇതുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യൂറോപ്പിന്റെ കലവറയാണ് യുക്രൈൻ ഗോതമ്പിന്റെ കാര്യത്തിൽ. ഇപ്പോ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊന്നും യുക്രൈനെ ഉപയോഗിക്കണമെങ്കിൽ പറയുന്നത് 1500 വർഷമെങ്കിലും കഴിയണം. ഇനിയും ആ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ. കാരണം എല്ലായിടത്തും ഈ റഷ്യ പട്ടാളം കയറി വന്നിട്ട് അവർ ഇറങ്ങിപ്പോയപ്പോൾ ഈ മീൻസ് ഇട്ടിട്ട് പോയിരിക്കും, മൈനുകൾ ഇട്ടിട്ട് പോയിരിക്കും. അപ്പൊ അതൊക്കെ അതുകൊണ്ട് തന്നെ യുക്രൈൻകാർ കുറേ അങ്ങനെയും മരിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെയാ കിടക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് ചവിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് പൊട്ടിത്തെറിക്കുന്നത്. അതിന് നിർവീര്യമാകണമെങ്കിൽ 1500 വർഷങ്ങളെങ്കിലും എടുക്കേണ്ടി വരും. അപ്പൊ ഈ നെൽപ്പാടങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും വർഷങ്ങൾ തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ യുക്രൈനിലെ കുറേ പേരൊക്കെ അതിന് എഗ്രിയാണ്. അത് റഷ്യ കൊണ്ടുപോകട്ടെ, കാരണം ഇനി അത് ഉപയോഗിക്കണമെങ്കിൽ 1500 വർഷം കഴിയണം. ജനവാസം വരണമെങ്കിൽ അത്രയും വർഷങ്ങൾ എടുക്കണം. അതുകൊണ്ട് കൊണ്ടുപോകട്ടെ എന്ന് പറയുന്ന യുക്രൈൻകാരും ഉണ്ട്. പിന്നെ കുറെ യുക്രൈൻകാരും ഉണ്ട്, നമ്മൾ ഇത്രയും യുദ്ധം ചെയ്തിട്ട് ഇത്രയും എതിർത്ത് നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പേര് മരിച്ചെങ്കിൽ നമ്മൾ എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും ആളുകൾ രക്തസാക്ഷികളായിട്ട് മരിച്ചത്. അപ്പൊ എന്തിനാ നമ്മൾ വിട്ടുകൊടുക്കണം? അങ്ങനെ രണ്ടു കൂട്ടരുമുണ്ട്. പിന്നെ യുക്രൈൻ എനിക്ക് തോന്നുന്ന കുറേ ഇപ്പൊ കെട്ടിടങ്ങളൊക്കെ നശിച്ചു. 2022 നശിപ്പിച്ച കെട്ടിടങ്ങൾ കുറേയും അതിനേക്കാളും മനോഹരമായ രീതിയിൽ യുക്രൈൻ പണിത് കഴിഞ്ഞു. കുറേ സ്ഥലങ്ങളൊക്കെ പണിത് കഴിഞ്ഞു. ഒരു യുദ്ധം തീർന്നാല് എനിക്ക് തോന്നുന്നേ പെട്ടെന്ന് തന്നെയായിരിക്കും യുക്രൈൻ്റെ ഒരു ഗ്രോത്ത് വരിക. അതും റഷ്യയിൽ നിന്നും കംപ്ലീറ്റ് അവർ ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ. കാരണം യുക്രൈനിൽ അതുകൊണ്ടാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെടുന്നത് യുക്രൈൻ്റെ ധാതുക്കളുടെ മേലും അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കുറെ മെറ്റൽസും യുക്രൈനിലുണ്ട്. അതൊന്നും യുക്രൈന് യൂസ് ചെയ്യാനായിട്ട് റഷ്യ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചു പേർക്കും ട്രംപ് ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ മിനറൽസിന്റെ ഒക്കെ റൈറ്റ് അമേരിക്കക്ക് കൊടുക്കുകയാണെങ്കിൽ 50% എങ്കിലും യുക്രൈൻ അത് കിട്ടും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. 50% അമേരിക്കക്ക് കൊടുക്കുക, 50 യുക്രൈന്. അപ്പൊ ആ 50 കൊണ്ട് തന്നെ യുക്രൈന് വളരാൻ സാധിക്കും. ഇപ്പൊ അമേരിക്കക്ക് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ യുക്രൈൻ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോ യൂറോപ്പിന് മൊത്തം കൊടുക്കാനുള്ള നാച്ചുറൽ ഗ്യാസ് യുക്രൈനുണ്ട്. അപ്പൊ ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് റഷ്യ അനുവദിക്കുന്നില്ല. റഷ്യയാണ് യൂറോപ്പിന് ഗ്യാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് യുക്രൈൻ കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട്, സ്വന്തം നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതും. ഇപ്പൊ ഈവൻ നാറ്റോയിൽ ചേരാൻ പോലും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കുന്നതും അവരുടെ വസ്തുക്കള്, അവരുടെ ധാതുക്കള് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ യുക്രൈനിൽ ജീവിക്കുന്നത് മാത്രമല്ല, ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത് അതിന് അവർക്കുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അവരുടെ രാജ്യത്തും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനും അവരുടെ ധാതുക്കള് അവർക്ക് ഉപയോഗിക്കാനുള്ള കംപ്ലീറ്റ് റൈറ്റ് അവർക്കുണ്ട്. പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റഷ്യക്ക് യുക്രൈന്റെ മേല് ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. ഇപ്പൊ നമ്മുടെ സ്ഥലമാണെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മേൽ പവർ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും വളരെ അനീതിയാണ്. ഈ പലപ്പോഴും ചില വീഡിയോസൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുമ്പോൾ സിസ്റ്റർ, ഈ റഷ്യയുടെ പിടിയിൽ നിന്നും മോചിതരായിട്ടുള്ള യുക്രൈൻ പട്ടാളക്കാരുടെ ഒരു അവസ്ഥ എല്ലും തോലുമായിട്ട് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്നു. വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ. അത് ഒരു ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവർക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് റഷ്യൻ തടവിൽ. അതിനെപ്പറ്റി സിസ്റ്റർ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാം? തീർച്ചയായിട്ടും ഞാനും കണ്ടിട്ടുണ്ട്, ഉം. നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ റഷ്യക്കാരുടെ കീഴിലായിരുന്നവര് അവര് പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ടോർച്ചർ ചെയ്യുവാണ്. പിന്നെ അവർക്ക് ജീവൻ മാത്രം ബാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ യുക്രൈൻ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയല്ല. റഷ്യക്കാരെ യുക്രൈനും പിടിച്ചെടുക്കുന്നുണ്ടല്ലോ, പക്ഷെ ഉക്രൈൻകാരും തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മീഡിയകളിലൊന്നും അത് കാണിക്കുന്നില്ല. കാരണം അവർ ഇതേപോലെ എല്ലാം തോലുമായിട്ടൊന്നും അല്ല തിരിച്ചു പോകുന്നത്. ഒരു മാനുഷികമായ ട്രീറ്റ് യുക്രൈൻ റഷ്യൻ പട്ടാളത്തിനോട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പല റഷ്യൻ പട്ടാളക്കാരും യുക്രൈനു വേണ്ടിയിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അവർ യുക്രൈനിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ യുക്രൈൻകാർ അവരെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുക ഇത് അവര് അനീതിപരമായിട്ടുള്ള ഒരു യുദ്ധമാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ കുറച്ചു പേര് തന്നെ യുക്രൈനോട് ചേർന്ന്, റഷ്യൻ പട്ടാളം യുക്രൈനോട് ചേർന്ന്, അത് വലിയ സംഖ്യകളല്ല എന്നാൽ പോലും ഒരു 2-3 പേരാണെങ്കിൽ പോലും അവര് റഷ്യക്കെതിരെ അവര് യുക്രൈൻ സൈന്യത്തിൽ ചേർന്നിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിസ്റ്റർ, ഈ റഷ്യൻ പട്ടാളം മാത്രമല്ല യുക്രൈനെതിരെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ നോർത്ത് കൊറിയ എന്നുള്ള സൈന്യം ഈ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിക്രൂരന്മാരായിട്ടുള്ള ഒരു ഗ്യാങ്, അത് ക്രിമിനൽ ഗ്യാങ് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ തടവറയിൽ ജയിലിൽ കഴിഞ്ഞവരുടെയൊക്കെ ഒരു കൂലിപ്പട്ടാളം എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം, യുക്രൈനിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് യുക്രൈൻ അത് പറയുന്നത് ഓൾറെഡി ഇതൊരു 3-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം റഷ്യയും യുക്രൈനും തമ്മിലാണ് യുദ്ധമെങ്കിൽ റഷ്യൻ പട്ടാളം യുക്രൈൻ പട്ടാളം മാത്രമാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത്. പക്ഷെ 10,000 കൊറിയക്കാരെ ഇറക്കി മറ്റ് ക്രിമിനൽ ആയിട്ടുള്ളവര്. പിന്നെ യുക്രൈൻ പറയുന്നത് റഷ്യൻ തടവറയിലൊന്നും ആളില്ല, കാരണം അവരെയൊക്കെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. പിന്നെ മെന്റൽ ഹോസ്പിറ്റലുകളിലുള്ളവരൊക്കെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ യുദ്ധത്തിൽ കൊണ്ടുവരും. അതുകൊണ്ടൊക്കെയാണ് ഇത്ര ക്രൂരമായിട്ടൊക്കെ ഈ യുദ്ധം നിയമങ്ങളും തെറ്റിച്ച് നിയമങ്ങളും ഇല്ലാതെ ക്രൂരമായിട്ട് യുദ്ധം വരുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ യുക്രൈനിലാണ്, ഞാൻ യുക്രൈൻ സിറ്റിസൺ ആണ്. അപ്പോൾ ഞാൻ ഒരു യുക്രൈൻകാരി എന്ന രീതിയിൽ തന്നെ അവരുടെ ഫീലിങ്സ് എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് പറ്റും. സിസ്റ്റർ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ഒരു നോമ്പ് കാലം അല്ലെങ്കിൽ ഹോളി വീക്ക്, അത് വരാൻ പോകുന്ന ഹോളി വീക്കിനോടനുബന്ധിച്ചാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എത്രത്തോളം ഒരു പീഡാസഹനത്തിലൂടെയാണ് യുക്രൈൻ ജനത കടന്നു പോകുന്നത്? നമുക്കറിയാം, യുക്രൈൻ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് യുക്രൈനിലെ വളരെയധികം ശക്തമാണ്. ആർച്ച് ബിഷപ്പ് ഷെവിചുക്കിനെ പോലുള്ളവർ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ അവരുടെ വിശ്വാസം കത്തിജ്വലിക്കുകയാണോ അല്ലെങ്കിൽ വിശ്വാസം ക്ഷയിക്കുകയാണോ ചെയ്തത്? ഒരു സിസ്റ്റർ എന്നല്ലേ എന്ത്? യുക്രൈനിൽ എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ റഷ്യൻ യുക്രൈൻ യുദ്ധം ദാവീദ് ഗോലിയാത്ത് പോലെയുള്ള ഒരു യുദ്ധമാണ്. അപ്പൊ തീർച്ചയായിട്ടും ദൈവം കൂടെ നിൽക്കുന്നത് നീതിയുടെ ഒപ്പമാണ്. ദൈവം കൂടെ നിൽക്കുന്നത് സഹിക്കുന്നവരുടെ ഒപ്പമാണ്. അപ്പൊ തീർച്ചയായിട്ടും യുക്രൈൻ്റെ ഒപ്പം ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തില് യുക്രൈൻ ഈ 3 വർഷവും പിടിച്ചു നിൽക്കുന്നത് തന്നെ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ പോലും ഇത്രയും ചെറിയ രാജ്യത്തിന് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും, പിന്നെ അമേരിക്ക പോലും വണ്ടറടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ കൊടുക്കുമ്പോഴേ തന്നെ ഇത് ഉപയോഗിക്കുന്നത് യുക്രൈൻകാരാണല്ലോ. ഈ ഇത്രയും ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് പരിചയമില്ലാത്ത യുക്രൈൻ പട്ടാളം ഒരാഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ ഇതൊക്കെ ഇത്രയും എക്സ്പേർട്ടായിട്ട് വരുന്നത് തന്നെ. അത് എനിക്ക് തോന്നുന്ന ഒരു ദൈവിക ശക്തി ഉള്ളത് കൊണ്ട്, ഒരു അമാനുഷികമായ ഒരു ശക്തി യുക്രൈൻ ജനതയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മിസൈലുകൾ അയക്കുമ്പോഴും കറക്റ്റായിട്ട് ഇവരെ മിസൈലിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ശരിക്കും ഒരു ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ ഈ പട്ടാളത്തിൽ പോകുന്നവരും
പലരും ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് മിലിറ്ററിക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഒരു കൊന്ത തരൂ, ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ ബൈബിള്. അവരുടെ ബാഗിൽ മിക്കവാറും ഒരു 80% കയ്യിലെങ്കിലും ഒരു കൊന്തയോ അല്ലെങ്കിൽ ഒരു ബൈബിളോ ഉണ്ട്, പട്ടാളക്കാരുടെ കയ്യിൽ. പിന്നെ അവർ സമയം കിട്ടുന്ന സമയത്ത് അതെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം ഒരു മിലിറ്ററിയിൽ ഉള്ളൊരു ലേഡിയാണ്, പുള്ളി അത്തീസ്റ്റ് ആയിരുന്നു. യുദ്ധത്തിന്റെ ഇതിൽ പോയിട്ട് തിരിച്ചു വന്ന് പുള്ളി മാമോദീസ സ്വീകരിച്ചു. കാരണം ആ സ്ത്രീ പറഞ്ഞത്, യുദ്ധമുഖത്ത് ദൈവത്തെ വിളിക്കാത്തവരാരും കാണത്തില്ല, പ്രാർത്ഥിക്കാത്തവരാരും കാണത്തില്ല. ഇവര് നമ്മളോട് ചോദിക്കും, അങ്ങനെ ക്രിസ്ത്യാനികളാണ് പിന്നെ എന്തുകൊണ്ട് കൊല്ലുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവര് ഞാൻ കൊല്ലാനായിട്ട് ആർക്കും അനുവാദവും ഇല്ല, അത് ദൈവത്തിന് മാത്രമുള്ളതാണ് ആരുടെയും ജീവൻ എടുക്കാനുള്ളത്. പക്ഷെ ഇവര് യുക്രൈൻ റെസിസ്റ്റ് ചെയ്യുന്നില്ല, പ്രതിരോധമാണ്. അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള അവര് യുദ്ധം ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം നോക്കുവാണെങ്കിൽ, റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്യുന്നത് യുക്രൈന്റെ വെൽത്ത് എടുക്കാൻ, അല്ലെങ്കിൽ റഷ്യയുടെ ടെറിട്ടറി കൂട്ടാനായിട്ട്. പക്ഷെ യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം രാജ്യത്തിലുള്ള ധാതുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാഷ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ദൈവം യുക്രൈൻ്റെ കൂടി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുക്രൈനിലുള്ളവര് പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു വരുന്നുണ്ട്. പണ്ടത്തിനേക്കാളും കൂടുതൽ പേര് പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു പ്ലസ് വന്നിട്ടുണ്ട് യുദ്ധത്തില്. പണ്ടെന്ന് വെച്ചാൽ യുക്രൈനില് ഗ്രീക്ക് കാത്തലിക് അവരുടെയൊക്കെ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ലോകം മുഴുവനും ആഘോഷിക്കുന്ന സമയത്തായിരുന്നില്ല. നമ്മൾ എപ്പിഫാനിയ ആഘോഷിക്കുമ്പോഴാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷെ ഈ 2024 പാർലമെന്റ് ഒരു പാസ്സാക്കി, ഇനിയും യുക്രൈനില് ക്രിസ്മസ് വരുന്നത് 25 ഡിസംബറിന് തന്നെയാണ്. അപ്പൊ അതൊരു പ്ലസ് ആയിട്ടുണ്ട്. റോമൻ കാത്തലിക്കും ഗ്രീക്ക് കാത്തലിക്കും ഓർത്തഡോക്സും തമ്മിലുള്ള ഒരു ഐക്യത്തിൽ വന്നിട്ടുണ്ട്. ദേവാലയത്തിലെ പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടിയിട്ടുണ്ട് സിസ്റ്റർ. പ്രത്യേകിച്ച് ചിലപ്പം ദേവാലയങ്ങൾ തകർക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ദേവാലയം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലും ഇവരുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? യുദ്ധത്തിന് മുമ്പ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വരുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ദൈവത്തെ വിളിച്ചാൽ മാത്രമാണ് നമ്മളിനി രക്ഷപ്പെടുത്തുള്ളൂ എന്ന്. പിന്നെ ഇപ്പം ഞാനും അവിടെ ഒരു പ്രീച്ചറാണ്, ധ്യാനങ്ങളൊക്കെ നടത്താൻ പോകുന്നതാണ്. അപ്പം ഞാനും അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ദുഃഖവെള്ളിയാണ്, ദുഃഖശനിയുണ്ട്. ഈ ദുഃഖശനി നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ദുഃഖവെള്ളി ഈശോ മരിച്ച ദിവസം, ദുഃഖശനി ഇതൊരു മൗനത്തിന്റെ ഒരു ദിവസമാണ്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ ദുഃഖ വെള്ളിയിലും ദുഃഖശനിയിലുമാണ്. അതിപ്പോ 3 വർഷമായിട്ട് ദുഃഖവെള്ളിയിലും ദുഃഖശനിയിലുമാണ്. പക്ഷെ ഒരു ഈസ്റ്റർ വരും. ഇപ്പൊ 3 വർഷം കഴിഞ്ഞെങ്കിലും ചിലപ്പോൾ 3.5 വർഷം കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ 4 വർഷത്തുമ്പോഴായിരിക്കും. എന്നാലും ഞങ്ങൾക്കും ഒരു ഈസ്റ്റർ ഉണ്ട്. നീതിയെ മണ്ണിന്റെ അടിയിൽ മൂടി വെച്ചാലും അത് അധികം നാളൊന്നും മൂടിയിരിക്കില്ല. അതാണല്ലോ ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക. നീതിമാനെ യഹൂദരും ഫരീസയരും മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചെങ്കിലും, എന്താ പറയുക, വലിയ പാറ വെച്ച് മറച്ചെങ്കിലും പക്ഷെ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ യുക്രൈനില് നിഷ്കളങ്കമായ രക്തങ്ങൾ ഒത്തിരി ഉണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ, നവജാത ശിശുക്കളുടെ, അതേപോലെ തന്നെ ഒന്നും യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാധാരണ മനുഷ്യരുടെ, അവരുടെയൊക്കെ രക്തം, അവരുടെയൊക്കെ ശരീരം ഈ മണ്ണിൽ മറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതിന് യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ യുക്രൈൻ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. എത്ര പ്രസ് ചെയ്യാൻ നോക്കിയാലും, എത്ര മണ്ണിട്ട് മൂടാൻ നോക്കിയാലും യുക്രൈൻ ഉയർത്തെഴുന്നേൽക്കും. കാരണം അവർ നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിഷ്കളങ്ക രക്തങ്ങളാണ് യുക്രൈൻ മണ്ണിൽ വീണിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും. സിസ്റ്റർ, യുദ്ധമുഖത്ത് ഈ കഴിഞ്ഞ ഏകദേശം 3 വർഷമായിട്ട് നിരവധി ദാരുണമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച, ഒരു ദാരുണമായിട്ടുള്ള ഒരു ഏതെങ്കിലും സിസ്റ്ററിന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു? ഒരു പട്ടാളക്കാരനെ ഞാൻ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവര് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇന്ത്യയിൽ വന്നത് ജനുവരിയിലാണ് വന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 6 മാസമായിട്ട് അവർ കോമയിലാണ്. 6 മാസമായിട്ട് അവർ കോമയിൽ കിടക്കുക. അപ്പം അതിൻ്റെ മകള് ഒരു 3 വയസ്സ് പ്രായമുള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴേക്ക് ഈ മകള് പപ്പയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി നീ ഉറങ്ങാൻ തുടങ്ങിയിട്ട്, ഇനി ഒന്ന് കണ്ണ് തുറക്ക്, എനിക്കിപ്പോൾ 3 വയസ്സായി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി വേദനയാണ്. ഭാര്യയാണെങ്കിലും ഇപ്പൊ അവരെയൊക്കെ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കാം. അപ്പൊ അവരെയൊക്കെ ഈ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് 24 അവേഴ്സും ഇപ്പൊ 6 മാസമായി കൊമയിൽ കിടക്കുന്നു. അയാളുടെ ആണെങ്കിൽ ഒരു തലയുടെ പകുതി ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഓക്കെ കോൺഷ്യസിലേക്ക് വന്നിട്ട് വേണം പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് തലയുടെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് അവിടെയൊക്കെ ഒരു കുഴി പോലെയൊക്കെയാണ് കാണുന്നത്. അതൊക്കെ ഭയങ്കര ദയനീയമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കരയുന്നതും. അയാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 28 വയസ്സേ ഉള്ളൂ. അവരൊക്കെ എന്നൊക്കെയാണ് നോർമലിലേക്ക് വരിക. അതേപോലെ ഇപ്പൊ ഒരു വ്യക്തിനെ മാത്രമല്ല, പല വ്യക്തികളെയും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ 3 പേരും കാലില്ലാത്തവരാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് സന്ദർശിക്കാൻ വന്നതാണ്. നമ്മളവരോട് ഒരു സിമ്പതി കാണിക്കാനും നമ്മുടെ ഒരു വേദന പങ്കുവയ്ക്കുവാനാണ്. അത് മനസ്സിലാക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്നോട് ചോദിച്ചത്, നിങ്ങൾ വന്നു, നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ കാല് വളരൂ. ഇല്ല, ചില സമയത്ത് നമുക്ക് ഉത്തരം കൊടുക്കാനില്ല. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസം എൻ്റെ അടുത്ത് ഒരു 300, 350, 400 ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ വരുന്നത് ഒരു 200 പേരെങ്കിലും. ഒരു ദിവസം 350, 400 വരുന്നുണ്ട്. അതിനകത്ത് 200 പേരെങ്കിലും ഫോട്ടോ ആയിട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നത്, സിസ്റ്ററെ ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഇപ്പൊ എൻ്റെ മോൻ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അല്ലെങ്കിൽ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന തടവുകാരിലോ ആണോ എന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം ഒരു 200 പേരെങ്കിലും എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഇവര് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ. ചിലവരൊക്കെ മരിച്ചിട്ടുണ്ടോ നമുക്കറിയാം, പക്ഷെ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം അവരിപ്പോഴും ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോഴും നാളെ വരുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമായിരിക്കും. അങ്ങനെ നീറി കഴിയുന്ന ഒത്തിരി അമ്മമാരുണ്ട്. ഓരോ ദിവസവും ഇന്നെങ്കിലും എന്തെങ്കിലും ന്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വരുന്നു. അങ്ങനെ ഫോട്ടോയും കൊണ്ട് വരുന്ന 100 അമ്മമാരുണ്ട്. ശരിക്കും സിസ്റ്ററെ, ഈ യുക്രൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പീഡാസഹനത്തിൻ്റെ ഒരു കുരിശിൻ്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു സന്ദേശം. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം യുദ്ധമാണ്, ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും യുക്രൈൻ ജനതയ്ക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ക്ഷമയുടെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ സിസ്റ്ററിന് ഇപ്പൊ അവരോടത്ത് നമുക്ക് ക്ഷമയുടെ കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരോട് ക്ഷമിക്കുക, നിങ്ങൾ റഷ്യയോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവര് പറയുന്ന യുദ്ധം അവസാനിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ക്ഷമിക്കാം. ഇപ്പൊ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? അതിനൊരു അവസാനം വരട്ടെ, അതിനുശേഷം നമ്മൾ ക്ഷമിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ലാൻ വരുവാണ്, അപ്പം നാളെ ഞാനാണ് മരിക്കുന്നത്, ആ വ്യക്തിയോട് ഇന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അപ്പം ഇപ്പൊ നമുക്ക് അവരോട് റഷ്യയോട് നിങ്ങൾ ക്ഷമിക്കണം ആ ഒരു വാക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു ഇപ്പൊ ധ്യാനം നടത്തുന്ന ആളെന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നത്, സിസ്റ്റർ ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷെ ഇത് തീരട്ടെ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഞാൻ ഹസ്ബൻഡ് യുദ്ധത്തിൽ പോയി, റഷ്യൻ പട്ടാളം എൻ്റെ ഹസ്ബൻഡിനെ കൊന്നു, ഞാൻ ക്ഷമിക്കാം. പക്ഷെ എൻ്റെ മോൻ എപ്പോഴും യുദ്ധത്തിലാണ്, അവനെ എപ്പോഴാ കൊല്ലുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് മുൻകൂട്ടി ക്ഷമിക്കാൻ പറ്റുക? അതുകൊണ്ട് ഇപ്പൊ യുക്രൈനോട് ക്ഷമിക്കുക എന്നൊരു വേർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവര് പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷെ യുദ്ധം തീരട്ടെ. പിന്നെ അവര് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും കുർബാനയിലേക്ക് റഷ്യയുടെയും യുക്രൈന്റെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയുടെയും യുക്രൈന്റെയും മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. റഷ്യയുടെ മാത്രമല്ല മാനസാന്തരം, യുക്രൈന്റെ മാനസാന്തരമുണ്ട്. അപ്പം യുക്രൈനും അറിയാം യുക്രൈൻ എന്താണ് ചെയ്യുന്നതെന്ന് യുക്രൈൻ അറിയാം. ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും ചെയ്യുന്നത്, കൊല്ലുന്നതും ഇതൊക്കെ തെറ്റാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ എന്നെങ്കിലും തീരും യുദ്ധം. അതൊരു
ഇപ്പൊ 2025 വരെ ലോകത്തിൽ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഒരു യുദ്ധവും തീരാതെ ഇരുന്നിട്ടില്ല. പിന്നെ നമ്മുടെ മലയാളത്തില് ഞാൻ പല പ്രാവശ്യം പ്രസംഗിക്കുമ്പോൾ ആവർത്തിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 2 വരികളാണ് മലയാളത്തിൽ ഒരു പാടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല എന്ന്. അപ്പൊ ഞാനിങ്ങനെ പേഴ്സണലി അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഈ യുദ്ധത്തിനും ഒരു അറുതിയുണ്ട്, ഈ നമ്മുടെ ദുഃഖത്തിനും ഒക്കെ മരിച്ചവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ മരിച്ചുപോയി. പക്ഷെ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്, നമ്മുടെ സഹനത്തിനൊക്കെ ഒരു അവസാനമുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്കും ഒരു ദിവസം പ്രവേശിക്കാനായിട്ട് പറ്റും. സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷൻ, സന്യാസ സമൂഹം ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രത്യേകിച്ച് യുക്രൈനിൽ ചെയ്യുന്ന ശുശ്രൂഷകളുമായി ബന്ധപ്പെടുത്തി അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് ഒന്ന് പ്രേക്ഷകർക്ക്. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സെന്റ് മാർക്കാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായത് ഫ്രാൻസിലാണ്. 1845. ഇന്ത്യയിൽ ഞങ്ങൾക്ക് 2 പ്രൊവിൻസ് ഉണ്ട്. എറണാകുളം ഡയസസിൽ വേങ്ങൂർ സാൻജോ പ്രൊവിൻസ്, പിന്നെ ഇൻഡോർ പ്രൊവിൻസ് പറഞ്ഞ 2 പ്രൊവിൻസ് ഉണ്ട്. ഞങ്ങൾ 2 മലയാളി സിസ്റ്റേഴ്സാണ് യുക്രൈനിലുള്ളത്. യുക്രൈൻ ഞങ്ങളുടെ റീജിയൻ ആണ്. അവിടെ 16 സിസ്റ്റേഴ്സും ഉണ്ട്. 14 പേരും യുക്രൈൻകാരാണ്. 2 മലയാളികൾ. ഞങ്ങളവിടെ ചെയ്യുന്നത് കൂടുതലും സുവിശേഷ പ്രഘോഷണമാണ്. കാരണം നമ്മുടെ യുക്രൈൻ സിസ്റ്റേഴ്സ് എല്ലാവരും പ്രൊഫഷണൽ സ്റ്റഡി കഴിഞ്ഞിട്ട് കുറച്ചുപേരെങ്കിലും വർക്ക് ചെയ്തതിന് ശേഷമാണ് അവർ കോൺവെന്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ കോൺവെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആരും സാലറിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നില്ല. അവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺവെന്റിൽ വരുന്നത്? ഇപ്പൊ ഞങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ. പിന്നെ ഈ ഇതിട്ടിട്ട് മാത്രം പ്രത്യേകതയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് ജോലി ചെയ്തതാണ് മറ്റുള്ള വരുന്നതിന് മുമ്പ്. ഇപ്പൊ കോൺവെന്റിൽ ചേർന്നു. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം വേണം. ഒരു സുവിശേഷം പ്രഘോഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഒരു കോൺവെന്റിൽ ചേരുക. ജീവിതം ദൈവത്തിന് കൊടുക്കുക. അതുപോലെ നമുക്ക് ഓൾഡ് ഏജ് ഹോം വേണം. നമ്മുടെ ഓൾഡ് ഏജ് ഹോമും മറ്റു ഓൾഡ് ഏജ് ഹോമും തമ്മിൽ ഡിഫറെന്റ് ആണ്. കാരണം അവിടെയൊക്കെ പെയ്ഡ് ആണ് ഓൾഡ് ഏജ് ഹോം. നമ്മുടെയും ഓൾഡ് ഏജ് ഹോം പെയ്ഡ് ആണ്. പക്ഷെ അവിടെ ഒരു സാധാരണ ഓൾഡ് ഏജ് ഹോമിൽ ഒരു 20,000 ആണെങ്കിൽ നമ്മൾ മേടിക്കുന്നത് 2,000. കാരണം നമ്മൾ ഈ ലോകത്തിൽ വ്യത്യസ്തരായിരിക്കണം. എല്ലാവരും പോലെ ആണെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പ്രീച്ചറാണ്, ഇന്ന് ദൈവത്തിന് അത്ഭുതം ചെയ്യണമെങ്കിൽ നമ്മളിലൂടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ദൈവം തന്നെ എന്തെങ്കിലും അത്ഭുതം ചെയ്യുന്നത് നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാളും ഇപ്പൊ നമ്മുടെ സുവിശേഷത്തിൽ നോക്കിയാലും ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ നമ്മളിലൂടെ അത്ഭുതം ചെയ്യാനാണ്. ഇപ്പൊ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിലുള്ള പ്രായമായ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും 20,000 മേടിക്കുമ്പോൾ ഞങ്ങൾ 2,000 അവർക്കൊരു അത്ഭുതമാണ്. അങ്ങനെ കൂടുതലും ഞങ്ങൾ സുവിശേഷ പ്രഘോഷണമാണ്. പല ഇടവകളിലും പോയിട്ട് ധ്യാനിപ്പിക്കും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പോയിട്ട് ധ്യാനിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഒരു ഇടവകയിലെ ഒരു പ്രസംഗത്തിന് പോയിരുന്നു. അപ്പൊ ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: 2025 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ജനിച്ച ഒരു ഈശോയെ പറ്റിയോ, അല്ലെങ്കിൽ 33 വർഷം കഴിഞ്ഞപ്പോൾ പരസ്യ ജീവിതം നയിച്ച് കുരിശ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ഈശോയെ പറ്റിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ പറ്റിയാണ്. അതൊക്കെ അന്ന് ഈശോ ജനിച്ചതും മരിച്ചതും ഈ വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഇപ്പം എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. കാരണം ഞാൻ 2000 സിക്കായിരുന്നു. 1 വർഷം ഞാൻ ബെഡിലായിരുന്നു. മരണത്തെ മുഖം കണ്ടതാണ്. യുക്രൈനിൽ വെച്ചാണ് ഞാൻ സിക്കായത്. പക്ഷെ ഇന്ത്യയിലേക്ക് ഞാൻ മരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു. അപ്പം മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ 1 വർഷത്തോളം ഞാൻ ബെഡിലായിരുന്നു. എനിക്ക് സ്പൈനൽ ടിബിയും മെനിഞ്ചൈറ്റിസും ആയിരുന്നു. അപ്പോൾ ടിബി തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ഞാൻ എത്തിയിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും മെഡിസിനോട് സുഖപ്പെടില്ല. നിങ്ങളുടെ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ സുഖപ്പെടുള്ളൂ. അപ്പൊ ഞാൻ അങ്ങ് ബെഡിൽ കിടക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ റൂമിലേക്ക് എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുതരുമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചാപ്പല് എൻ്റെ റൂമായിരുന്നു, എൻ്റെ ബെഡായിരുന്നു. അപ്പം ആ ഈശോ, എനിക്കത് പറയാൻ പറ്റും, ഞാനും ദൈവവുമായിട്ടൊരു കോൺവെർസേഷൻ നടന്നു വന്നു. അതിനുശേഷമാണ് ഞാൻ
ഹീലായത്. അപ്പം അതുകൊണ്ട് അവർ ഈ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജീവിക്കുന്ന ദൈവമാണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ അവിടെ ചെന്നിട്ട് ഈ യുക്രൈൻ സിസ്റ്റേഴ്സ് ഞാൻ ഫോം ചെയ്തെടുത്ത സിസ്റ്റേഴ്സ്. അപ്പം അവരും ഈ ഒരു വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അത്ഭുതങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ സാക്ഷികളാണ്. ഇപ്പം പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ദൈവത്തിന് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 16 പേര് സാക്ഷികളാണ് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ എന്നെ സുഖപ്പെടുത്തിയ ദൈവത്തിന് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ദൈവത്തിന് മറ്റുള്ളവരെയും സംസാരിക്കാൻ പറ്റും എന്നൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ എവാഞ്ചലൈസേഷനിലേക്ക് ഞങ്ങൾ എല്ലാവരും തിരിഞ്ഞത്. അവസാനമായിട്ടും സിസ്റ്റർ ത്രൂ ഔട്ട് സിസ്റ്റർ സംസാരിക്കുകയുണ്ടായി, ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ദൈവം കൊണ്ടുവരും, ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസൺസിലേക്ക് അധികം അതിൻ്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും, ഇപ്പോൾ റഷ്യക്കാണെങ്കിൽ യുക്രൈൻ ആയിക്കോട്ടെ, ഈ യുദ്ധത്തിൽ അവരുടേതായിട്ടുള്ള ചില കാരണങ്ങൾ. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് അവരുമായി 2000 ബോർഡർ പങ്കിടുന്ന യുക്രൈൻ നാറ്റോയിൽ അംഗമാകുക എന്നത് റഷ്യയെ അസ്വസ്ഥപ്പെടുത്തുന്നു. യുക്രൈനെ സംബന്ധിച്ച് റഷ്യ ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുമ്പോൾ നാറ്റോയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ യുക്രൈന് സാധിക്കത്തില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കിടയിലുള്ള ഒരു ബഫർ സോണായിട്ട് യൂറോപ്പിനെ കാണുന്നു. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ. അപ്പോൾ ഒരു വളരെ കോംപ്ലക്സ് ആണ് ചിത്രം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്ന, നമ്മൾ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ഒരു വാഗ്വാദമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായതാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനിൽ ഒരു പൊളിറ്റിക്കലി ഇതിനൊരു പരിഹാരം എന്തായിരിക്കും? അതിനൊരു സാധ്യത എത്രത്തോളം ഉണ്ട് സിസ്റ്ററിന്റെ ഒരു? ഞാൻ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട് സെലൻസ്കി യുദ്ധം നിർത്തുന്നില്ല. പക്ഷെ ഒരിക്കലും സെലൻസ്കി യുദ്ധം നിർത്താൻ പറ്റില്ല. യുദ്ധം നിർത്തണമെങ്കിൽ 2 രാജ്യങ്ങളും യുദ്ധം നിർത്തണം. ഇതിന് ഫസ്റ്റില് റഷ്യ യുദ്ധം നിർത്തണം. കാരണം എനിക്ക് തോന്നുന്നു യൂറോപ്പിനും, ഈവൺ ഇപ്പോ ട്രംപിന് പോലും പുടിന് വിശ്വാസമില്ല. കാരണം പുടിൻ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നൊന്നുമാണ്. അപ്പൊ ഇതുവരെയുള്ള യുക്രൈന്റെ എക്സ്പീരിയൻസും അതാണ്. ഇതൊക്കെ തന്നെയാണ് നാറ്റോയിൽ ചേരാനായിട്ടും യുക്രൈൻ പ്രേരിതമായതും. നാറ്റോയിൽ ചേരാനായിട്ട് ഈ കാരണം തന്നെയാണ്. റഷ്യ ഒരിക്കലും നിങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ യുക്രൈൻ അത് വിശ്വസിക്കില്ല. 94 ഡിസംബർ 5 ഒരു ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ, യുക്രൈൻ, അമേരിക്ക, ബ്രിട്ടനൊക്കെ. അപ്പൊ അതിനകത്ത് ആ 91 ഇൻഡിപെൻഡന്റ് ആയപ്പോൾ യുക്രൈന്റെ കയ്യിൽ കുറേ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടായിരുന്നു. ഈ 94 മെമ്മോറാണ്ടത്തിലും യുക്രൈനോട് ഈ ആയുധങ്ങൾ റഷ്യക്ക് കൈമാറാൻ പറഞ്ഞു. ഒരിക്കലും റഷ്യ നിങ്ങൾ അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ 2014 യുക്രൈൻ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തു, ഇതൊക്കെ കൈമാറി, എല്ലാം ഫുൾഫില്ല് ചെയ്തു. പക്ഷെ 2014 വീണ്ടും റഷ്യ ആക്രമിച്ചു. തീർച്ചയായിട്ടും നാറ്റോയിൽ ചേരാനുള്ള കാരണം ഇത് തന്നെയാണ്. റഷ്യന് യുക്രൈന് വിശ്വാസമില്ല. തീർച്ചയായിട്ടും യൂറോപ്പിനും റഷ്യ പറയുന്നതിനോട് യാതൊരു വിശ്വാസമില്ല. പുടിന് ആർക്കും വിശ്വാസമില്ല. പുടിൻ പറയുന്നു ഞങ്ങൾ ആക്രമിക്കില്ല. പക്ഷെ റിയാലിറ്റി അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ 2 ആഴ്ച മുമ്പ് പല മാധ്യമങ്ങളും കണ്ടിരുന്നു, യുദ്ധം നിർത്തുവാണ്, 2 കൂട്ടരും സമ്മതിച്ചു. പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്ന സൺഡേയില് കിയേവ് വരെ അറ്റാക്കുന്നു. ഇപ്പൊ ഇന്ന് ട്യൂസ്ഡേ, ഈ സൺഡേയിൽ പോലും കിയേവ് വരെ അറ്റാക്കുന്നു. അല്ലെങ്കിൽ സപ്പോറീഷ, സുമി, അവിടെയൊക്കെ 17-18 പേരൊക്കെ മരിച്ചു. അപ്പൊ യുദ്ധം നിർത്തി എന്ന് മീഡിയകൾ പറഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ ഇത് യുദ്ധം നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ മേല് യുക്രൈൻ നിർബന്ധിതമാണ് യുദ്ധം നിർത്താനായിട്ട്. യുക്രൈനോട് പറയുന്ന എല്ലാ ഡിമാൻഡുകളും യുക്രൈൻ സമ്മതിക്കുകയാണ്. കാരണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളും റഷ്യനെ ഒരു പ്രസ് ചെയ്താല് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയാൽ മാത്രമാണ് യുദ്ധത്തിനൊരു അവസാനം വരുത്തുള്ളൂ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഇതില് ഞാൻ വിചാരിക്കുന്നു, ഇപ്പം പുടിനാണെങ്കിലും ഇപ്പൊ ട്രംപ് ഇതിനകത്ത് നേരിട്ട് ഇടപെടുന്നില്ല എങ്കിൽ പോലും ഇവരെയൊക്കെ ഈ ഹോസ്പിറ്റലുകളിലും ഈ മനുഷ്യരുടെ രക്തവും ഇതൊക്കെ കാണുവാണെങ്കിൽ ഒരു പക്ഷെ യുദ്ധം നിർത്തിയേനെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പട്ടാളക്കാരും മരിക്കുന്നു, റഷ്യക്കാരും മരിക്കുന്നു, ഉക്രൈൻകാരും മരിക്കുന്നു. പക്ഷെ അവരുടെ ആരും സ്വന്തം ആരും മരിക്കുന്നില്ലല്ലോ. ഈ പുടിനൊക്കെ ആണെങ്കിലും വളരെ
സെക്യൂർ ആയിട്ടാണല്ലോ അവർ ജീവിക്കുന്നത്. അവരൊക്കെ ഒന്ന് യുദ്ധത്തിലേക്ക് പോകുവാണെങ്കിൽ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ, ഫിസിക്കലി പോലും അവര് അല്ലെങ്കിൽ നേരിട്ട് കാണുവാണെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് നേരിട്ട് കാണുവാണെങ്കിൽ ഒരു മനുഷ്യനെന്ന രീതിയിൽ കുറച്ചെങ്കിലും ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ കമാൻഡ് കൊടുക്കുന്നുള്ളൂ. ഇവരൊന്നും ഈ യുദ്ധത്തിന്റെ യഥാർത്ഥത്തിലുള്ള മുറിവുകളോ രക്തമോ അല്ലെങ്കിൽ ഈ തലകളൊക്കെ കിടക്കണോ ഇതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ ഒരു പക്ഷെ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ യുദ്ധം നിർത്തും. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരമായ രീതിയിൽ എല്ലാ രാഷ്ട്രങ്ങളും ഈ റഷ്യയുടെ മേളിൽ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ യുദ്ധം നിൽക്കൂ. തീർച്ചയായും സിസ്റ്റർ, അത് യുദ്ധം എത്രയും വേഗം അതിനൊരു പര്യവസാനം ഉണ്ടാകട്ടെ, സമാധാനം പുലരട്ടെ, ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലൂടെ യുക്രൈൻ കടന്നു വരട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എനിക്കൊന്ന് സിസ്റ്റർ ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്കൊന്ന് യുക്രൈനിയൻ ഭാഷയിൽ തന്നെ നമുക്ക് യുക്രൈൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു സംവാദം ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യാം. Боже, я славлю Тебе і дякую Тобі, що Ти дав цю можливість говорити про Тебе і робити для слави Тобі, Господи. Я віддаю всі народ України Твої руки. Благослови і бережи нас, Господи. І бережи нашу країну, наші військові, щоб закінчили цю війну чим скоріше. Щоб ми могли прославляти Твоє ім'я. І дякую Тобі, Господи, за все, що Ти робив, що Ти є з нами. Амінь. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ തീർച്ചയായിട്ടും കർത്താവ് സംരക്ഷിക്കട്ടെ, അവിടുത്തെ ശുശ്രൂഷകളെ ഇനിയും കർത്താവ് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. യുക്രൈൻ്റെ ഇവാഞ്ചലൈസേഷന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ യുക്രൈൻ്റെ മണ്ണിൽ ചെയ്യാൻ സിസ്റ്ററിനെ ഈശോ ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.